കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗമായിരുന്ന പ്രൊഫസർ PM മാത്യു UDFിൻ്റെ തെരഞ്ഞെടുപ്പ് കുടുംബയോഗത്തിൽ അല്ലെങ്കിൽ പരിപാടിയിൽ പങ്കെടുത്തത് വിവാദമായിരുന്നു. എന്നാൽ PM മാത്യുവിനെ നേരത്തെ തന്നെ പുറത്താക്കിയതാണെന്നാണ് കേരള കോൺഗ്രസ് എം വിശദീകരിക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ PM മാത്യുവിന് പറയാനുള്ളത്? എന്നോടൊപ്പം അദ്ദേഹം ചേരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു വസ്തുത എന്താണ്? താങ്കൾ നേരത്തെ പുറത്താണെന്നാണ് പറയുന്നത്. അത് പറയാൻ ഈ നട്ടെല്ലിൻ്റെ സ്ഥാനത്ത് വാഴനാല് പോലും ഇല്ലാത്ത സ്റ്റീഫൻ ജോർജിനെ പറ്റിയുള്ളൂ. 9 മാസം മുമ്പ് പുറത്താക്കിയെന്ന് പറയാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് അദ്ദേഹം തന്നെ പറഞ്ഞതനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത് ജോസ് കെ മാണിയാണ്. ജോസ് കെ മാണി പറഞ്ഞു കൊടുത്തിട്ടാണെങ്കിലും ഈ സകല മാധ്യമങ്ങളിലും പത്രങ്ങളിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ PM മാത്യു ഉന്നതാധികാര സമിതി അംഗമാണ്. എനിക്ക് ഇന്ന് വരെ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഒരച്ചടക്ക ലംഘനത്തിന് ഒരു നോട്ടീസ് കിട്ടിയിട്ടില്ല. ഒരു തരത്തിലും വ്യക്തിപരമായി പോലും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്നാലും പറഞ്ഞിട്ടില്ല. പാലായിൽ ചാഴികാടൻ പരസ്യമായി അപമാനിക്കപ്പെട്ട സമയത്ത് പാർട്ടിയുടെ ഏറ്റവും സീനിയറായ ഒരാളെന്നുള്ള നിലയിൽ, സീനിയറെന്ന് ഞാൻ പറയുമ്പോൾ 1967 ഞാൻ KM മാണിയും രാഷ്ട്രപതി നാരായണനും പഠിച്ച സ്കൂളിൻ്റെ ലീഡറായി തുടങ്ങിയതാണ്. ഇപ്പോൾ 57 കൊല്ലമായി. ഈ 57 കൊല്ലത്തിനിടയ്ക്ക് 4 തെരഞ്ഞെടുപ്പ് മത്സരിച്ച ആളാണ് ഞാൻ. ഇന്ന് വരെ UDFകാരോ UDFിലെ ഏതെങ്കിലും കക്ഷികളോ LDFിലെ കക്ഷികളോ ഒന്നും എനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് പൊടുന്നനമേ ഇത്ര പെട്ടെന്ന് ഞാനൊരു മീറ്റിങ്ങിൽ പങ്കെടുത്ത് പ്രസംഗിച്ചറിഞ്ഞപ്പോൾ 9 മാസം മുമ്പ് പൂർത്തിയാക്കി എന്ന് പറയണമെങ്കിൽ എന്തോ ഒരു വിവരദോഷമാണ്. ഈ പറഞ്ഞ സ്റ്റീഫൻ ജോർജിനെ അച്ചടക്ക ലംഘനത്തിന് KM മാണി നിർദ്ദേശപ്രകാരം 1987 ആദ്യം ഞാൻ പുറത്താക്കിയതാണ്. കാര്യം എന്താ വെച്ചാൽ കാണക്കാരി സർവീസ് സഹകരണ ബാങ്കിൽ മുന്നണിക്കെതിരെ റിബലായി നിന്ന് മുന്നണിയെ തോൽപ്പിച്ച് സ്റ്റീഫനും തോറ്റ ശേഷം അവിടെയുള്ളവർ ഒന്നടങ്കം പറഞ്ഞു ഇനി പാർട്ടി സ്റ്റീഫനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അവസാനം KM മാണി സാറ് പറഞ്ഞു, പുറത്താക്കാൻ പറഞ്ഞു. 57 ഞാൻ പുറത്താക്കിയതാണ്, പുറത്തു പോയി. പിന്നെ 2021 കഴിഞ്ഞ് 2006 അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയായി നിന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് 2001 വോട്ടിന് പരാജയപ്പെട്ടു കടുത്തുരുത്തിയിൽ. വീണ്ടും ഇടതുപക്ഷത്ത് അദ്ദേഹം പോയി. 2011 മത്സരിച്ച് മോൻസിനോട് 20,000 വോട്ടിന് തോറ്റു. വീണ്ടും ഈ തെരഞ്ഞെടുപ്പിൽ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് 3-ാം പ്രാവശ്യവും തോറ്റു. അദ്ദേഹം 3 തോൽവിയും കഴിഞ്ഞ് ജോസ് കെ മാണിയുടെ കാല് പിടിച്ചൊരു കോർപ്പറേഷൻ മേടിച്ച്, അത് ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനാണ്. ഈ കേരളത്തിൽ എവിടെയെങ്കിലും, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയുടെ ഏതെങ്കിലും ഏരിയയിൽ ഒരു ന്യൂനപക്ഷ വിദ്യാർത്ഥിക്ക് ഒരു ആനുകൂല്യം കൊടുത്തായിട്ടില്ല. അദ്ദേഹത്തിന് അധികാരം വേണം, അതിന് അദ്ദേഹത്തിന് ഏത് ചെയ്യാവുന്ന പണിയും ചെയ്യും. അതിലുപരി തോമസ് ചാഴികാടൻ, ബാബു ചാഴികാടൻ മരിച്ച ശേഷം ബാബുവിനെ ബാബുവാക്കി കൊണ്ടുവന്നത് ഞാനാണ്. ഞാൻ പഠിച്ച കോളേജിൽ അദ്ദേഹത്തിൻ്റെ പേര് ബാബു സുരേഖ് സി എന്നായിരുന്നു. അദ്ദേഹത്തിന് ബാബു സുരേഖ് സി എന്നുള്ള മാറ്റി ബാബു സിക്ക് പരം ബാബു ചാഴികാടൻ എന്നാക്കിയത് ഞാനാണ്. അന്നും ഇന്നും പേര് അങ്ങനെ മാറിക്കിടക്കുക. തോമസ് സുരേഖ് സി എന്നായിരുന്നു ചാഴികാടൻ്റെ പേര്, അതും തോമസ് ചാഴികാടൻ എന്നാക്കി. ആ ഇലക്ഷന് 800 വോട്ടിന് ജയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഏജൻറ്റ് ഞാനായിരുന്നു. ഇതാ മരിച്ച ബാബുവിനും അറിയാം, ബാബുവിൻ്റെ അമ്മയ്ക്കും അറിയാം, ഇതൊക്കെ അറിയാം. പക്ഷെ ആ സീറ്റ് സ്റ്റീവന് കൊടുത്തില്ല എന്ന് പറഞ്ഞ് സ്റ്റീവൻ പരസ്യമായി ജ്ഞാനായ സമുദായത്തിനും അല്ലാതെയും തോമസ് ചാഴികാടിനെതിരെ ഏറ്റുവായൊരു പ്രചരണം നടത്തി. തെരഞ്ഞെടുപ്പ് സമാപന ദിവസം തോമസ് ചാഴികാടൻ്റെ പ്രവർത്തകർ ഏറ്റുമാനൂർ നടുക്കവലയിലിട്ട് സ്റ്റീവൻ്റെ ഷർട്ട് വലിച്ചു കീറി അടി കൊടുത്തപ്പോൾ ഓടിച്ചെന്ന് രക്ഷപ്പെടുത്ത KM മാണി സാറും ഞാനും കൂടിയാണ്. അപ്പം സ്റ്റീവൻ്റെ ചരിത്രം അതാണ്. ആ പാർട്ടിയിൽ വേറെ ആർക്കും അത് പറയാം. 20 ജനറൽ സെക്രട്ടറിമാരുണ്ട്, 3 വൈസ് ചെയർമാന്മാരുണ്ട്, മന്ത്രിയുണ്ട്. ആർക്കും പറയാനുള്ള നാവ് പൊങ്ങിയില്ല. PM മാത്യുവിനെ 9 മാസം മുമ്പ് പുറത്താക്കണം. അത് ഇന്ന് ആദ്യമായി ചരിത്രം കേൾക്കുന്നു. യഥാർത്ഥത്തിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയായിരിക്കും അങ്ങനെ പറയാൻ. അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിപരമായ വൈരാഗ്യം എന്നാണോ താങ്കളുടെ ഒരു ഫീൽ? അല്ല, അത് വ്യക്തിപരമല്ല. വേറെ ആർക്കും അത്രയും വലിയ ഒരു പച്ചക്കള്ളം പറയാൻ, എനിക്കെതിരെ പറയാൻ നാവ് പൊങ്ങില്ല. അവർക്ക് മനസ്സാക്ഷിയുടെ കടിയുണ്ട്, അവർ പറഞ്ഞില്ല. ഓഫീസുകാരെന്ന് പറഞ്ഞാൽ ഓഫീസിലെ കാര്യം നോക്കാനാണ്. സ്റ്റീവനേക്കാൾ സീനിയേഴ്സായ ജനറൽ സെക്രട്ടറിമാർ അതിനകത്തുണ്ട്. അപ്പോൾ സ്റ്റീവൻ അത് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഇത് ചെയ്യിച്ചതിൻ്റെ പുറകിൽ വേറെ ആരുമല്ല, ജോസ് കെ മാണി തന്നെയാണ്.
ഈ സാധാരണ പുറത്താക്കുമ്പോൾ കത്ത് എങ്ങനെയാണ് പാർട്ടിയുടെ ഒരു ഭരണഘടനയിൽ ആ നേതാവിനെ അറിയിക്കുന്നുണ്ടോ? എങ്ങനെയാണ് അതിൻ്റെ രീതികൾ? ഒരാളെ ഒരു പാർട്ടിയിൽ നിന്ന് ഉന്നതാധികാര സമിതി അംഗമല്ല, അതിൻ്റെ താഴെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഉണ്ട്, അതിൻ്റെ താഴെ സെക്രട്ടേറിയറ്റ് ഉണ്ട്, അതിൻ്റെ താഴെ എക്സിക്യൂട്ടീവ് ഉണ്ട്, അതിൻ്റെ താഴെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്. ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറെ പോലും പുറത്താക്കണമെങ്കിൽ കമ്മിറ്റി കൂടി, ഉന്നതാധികാര സമിതി കൂടി, സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി അതിൻ്റെ തീരുമാനമെടുത്ത് എന്താ അച്ചടക്കലംഘനം കാണിച്ചോന്നറിഞ്ഞ് ആ മെമ്പർക്ക് നോട്ടീസ് കൊടുക്കണം, നോട്ടീസിന് മറുപടി മേടിക്കണം, എന്നിട്ട് അത് കൂട്ടായി ചർച്ച ചെയ്യണം. ആ ചർച്ച ഒന്നും ഇവിടെ ഒരു സ്ഥലത്ത് നടന്നിട്ടില്ല. ഞാൻ ഒരു തെറ്റ് ചെയ്യുന്ന ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ ഇന്ന് വരെ എനിക്കൊരു നോട്ടീസ് കിട്ടിയിട്ടില്ല. ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിരിക്കുന്ന രേഖകളിൽ മുഴുവൻ എൻ്റെ പേരോടെ കിടക്കുന്നു. കമ്മിറ്റികളിൽ ഞാൻ പങ്കെടുത്ത് ഞാൻ ഒപ്പിട്ട രേഖകളോടെ കിടക്കുന്നു. ആ രേഖകൾ ഞാനിപ്പോൾ ഒരു കേസ് കൊടുത്തിട്ട് കമ്മീഷന് കൊടുത്തിട്ട് എടുപ്പിച്ചാൽ ഇയാളീ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് വരികയില്ലേ? അപ്പം ഈ 9 മാസം എന്തിനാണ്? പാർട്ടി ചെയർമാന് കെ എം മാണിയുടെ മകൻ ഒരാളെ പുറത്താക്കണമെങ്കിൽ നേരെ അങ്ങ് പറഞ്ഞാൽ പോരെ, ഇന്നയാളെ എഞ്ചിന് പുറത്താക്കിയാൽ ജോസ് കെ മാണിക്ക് നട്ടലില്ലേ? ഈ സ്റ്റീവനെ ഏൽപ്പിക്കുന്നത് എന്തിനാ? അപ്പം കൂട്ടായി എന്ന് ചർച്ച ചെയ്തു? എവിടെ ചർച്ച ചെയ്തു? ഒന്നുമില്ല. ഇത് പക്ഷേ ഈ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി താങ്കൾ പാർട്ടിയിൽ നിൽക്കുമ്പോൾ പോയി ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നത് തെറ്റല്ലേ? അതൊരു സംഘടനാ വിരുദ്ധ പ്രവർത്തനമല്ലേ? സംഘടനാ വിരുദ്ധ പ്രവർത്തനം ഒന്നുമല്ല. ഞാൻ വളരെ ക്ലിയറായി അന്ന് എല്ലാ ചാനലിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പങ്കെടുത്തത് എൻ്റെ ഒരു ബന്ധു കൂടി അയാളുടെ വീട്ടിൽ കെ എം മാണിക്ക് വേണ്ടി എല്ലാ കാലഘട്ടവും 100 നിന്ന് അടിയന്തരാവസ്ഥയിൽ പുള്ളി ഒടുവിൽ താമസിച്ച വീട്ടിൽ അതിൻ്റെ ഓണർ ഇന്ന് അദ്ദേഹത്തോടൊപ്പമല്ല, ജോസ് കെ മാണിയോടൊപ്പമല്ല. എന്നിട്ടും അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഒരു കുടുംബം കൂട്ടായ്മയിട്ട് വരണം, ഫ്രാൻസിസ് ജോർജ് വരുന്നുണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ പോയി. ഞാൻ പോയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കെ എം ജോർജ് സാറിനോട് ഒരേ ധാർമ്മിക ബാധ്യത 1964 പാർട്ടി ഉണ്ടായ അന്ന് മുതൽ ഏതാണ്ട് 12 വർഷക്കാലഘട്ടം ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് ചെയർമാനായി നിന്നയാണ്. ആർ ബാലകൃഷ്ണപിള്ളയും മാധവി കുഞ്ഞാക്കുന്നതിനും വി ജോൺ ജേക്കബൊക്കെ ഒന്നിച്ച് ജനറൽ സെക്രട്ടറിമാരായിരിക്കും. ആ കെ എം ജോർജ് സാറ് മരിച്ചത് ചതിയിൽപ്പെട്ടാണ്, മരിച്ചതല്ല കൊന്നതാണെന്ന് വരെ അന്ന് ആരോപണമുണ്ടായ പുസ്തകം ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ നേതാവായ MP MLA ആയിരുന്ന ജോർജ് മാത്യു പൊട്ടൻകുളയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. KJ ചാക്കോ മുൻ ചങ്ങനാശ്ശേരി MLA മന്ത്രി, അദ്ദേഹം എഴുതിയ പുത്തൻപുരാണം എന്ന പുസ്തകത്തിൽ പറയാണ് ജോർജ് സാറ് മരിച്ചതല്ല കൊന്നതാണ്. അവിടെ മുതൽ ഈ പാർട്ടിയുടെ ഏറെക്കുറെ ഒരു ശാപം ആരംഭിച്ചതാണ്. അപ്പോൾ ആ ജോർജ് സാറ് മരിച്ചിട്ട് 50 കൊല്ലമാകുകയാണ്. ഈ 50 കൊല്ലാകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ ഇവിടെ വന്നപ്പം അദ്ദേഹത്തിന് ആത്മാവിന് ശാന്തി കിട്ടാൻ പിന്തുണ കൊടുക്കേണ്ട ധാർമ്മികമായ ഞാൻ ചെയ്തതാണ്. ഒരു വ്യക്തിപരമായ പിന്തുണയാണ് ഫലത്തിൽ അല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്ന് തന്നെ പറഞ്ഞു, വ്യക്തിപരമായി ഞാൻ എടുത്ത തീരുമാനമാണ്. അതൊരു പാർട്ടിയുടെ തീരുമാനമല്ല, ഒരു പാർട്ടിയിലേക്ക് പോയുമല്ല, ഒരു പാർട്ടിയിൽ തീരുമാനിച്ചുമല്ല. കെ എം ജോർജിനോട് എൻ്റെ ആദരവിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തിപരമായി എൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഞാൻ കൊടുത്ത പിന്തുണയാണ്. ഈ അപ്പുറത്ത് വലിയ പൊട്ടിത്തെറിയൊക്കെ നടക്കുന്നുണ്ട്. സജി മഞ്ഞക്കടമ്പിൽ ജില്ലാ ചെയർമാൻ സ്ഥാനത്ത് നിന്നൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിനോട് എന്താണ് പ്രതികരണം? സജി മഞ്ഞക്കടമ്പിൽ ഞാൻ അറിഞ്ഞു. സജി മഞ്ഞക്കടമ്പിൽ ഏറ്റവും ഒടുവിൽ പോർക്കളം നടന്നപ്പം ഒരു 10 ദിവസം മുമ്പ് പാലായിൽ അതിരൂക്ഷമായി ജോസ് കെ മാണിയും കൂടെ ഉള്ളവരെ വിമർശിച്ച ആളാണ്. സജി എന്തുകൊണ്ട് പോയെന്ന് സജിക്കേ അറിയത്തുള്ളൂ. സജിയൊക്കെ വളരെ ജൂണിയറാണ് ഞങ്ങളുടെ നോക്കുമ്പോൾ. അപ്പോൾ സജി പോയിട്ട് അവിടെ ഒരു കടുകുമണി പോലും പൊട്ടതായിട്ട് ഞാൻ അറിഞ്ഞില്ല. പിന്നെ സജിക്ക് സജിയുടെ സ്വാതന്ത്ര്യമുണ്ട് നിൽക്കാനും പോകാനും. എന്നെ സംബന്ധിച്ച് ആ ഒരു കാര്യം ചെയ്തപ്പം സ്റ്റീവൻ ജോർജ് മാത്രം പറയാണ്. പക്ഷേ സ്റ്റീവൻ ജോർജിന് ഒരു കാര്യം ഞാൻ പറയാം, താങ്കൾ ഇപ്പോഴും എമ്മിനൊപ്പം തന്നെ നിൽക്കുന്നു എന്നുള്ളതാണോ താങ്കളുടെ ഒരു നിലപാട്? അല്ല, ഞാൻ സ്വതന്ത്രനായി ചെയ്തു. അതിൻ്റെ പേരിൽ അത് അച്ചടക്കലംഘനമാണെങ്കിൽ പുറത്താക്കിക്കോട്ടെ, എനിക്കതിന് യാതൊരു പേടിയില്ല. പക്ഷേ സ്റ്റീവൻ ജോർജ് വോട്ട് ചെയ്താൽ എന്നോട് നേരിട്ട് എൻ്റെ കയ്യെ ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെയും ഭാര്യയുടെയും മകൻ്റെയും മകളുടെയും ആദ്യത്തെ വോട്ട് ചെയ്യുന്നത് ഫ്രാൻസിസ് ജോർജിനായിരിക്കും. അത്രമാത്രം തോമസ് ചാഴികാടനുമായിട്ടും അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ യൂത്ത് ഫണ്ട് പ്രസിഡന്റ് സിറീഖ് ചാഴികാടനുമായിട്ട് സ്റ്റീഫൻ ജോർജ് ഇപ്പോഴും അകലിച്ചുകൊണ്ട്. അതായത് സ്റ്റീഫൻ ജോർജിൻ്റെ വോട്ട് LDFനല്ല UDFനാണെന്ന് താങ്കളോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നല്ല, പല പ്രാവശ്യം പല സ്ഥലങ്ങളിൽ വെച്ച്. ഞങ്ങൾ തമ്മിൽ വളരെ ലോഹ്യമാണ്. ആദ്യം പാലായിലെ കാര്യത്തിന് ഞാൻ പ്രതികരിച്ചപ്പം സ്റ്റീഫൻ ജോർജിനോട് ഇതുപോലെ പ്രസ്താവന കൊടുക്കാൻ പറഞ്ഞു. പ്രസ്താവന കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല, കാരണം അദ്ദേഹം പറഞ്ഞത് ശരിയായ കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ട് എന്നെ ബലി കൊടുക്കണ്ട, മിണ്ടിയില്ല, ആരും മിണ്ടിയില്ലല്ലോ. പാലായിലെ നവകേരള സദസ്സിൽ ചാഴികാടനെ ഇരുത്തിക്കൊണ്ട് പ്രസംഗം നടത്തി മനുഷ്യപ്പം ഞാൻ വളരെ ശക്തമായി പ്രതികരിച്ചു. ഞാൻ മാത്രമേ പ്രതികരിച്ചുള്ളൂ. ഇത്തവണ ഇവിടെ അപ്പോൾ UDFന് തന്നെ സാധ്യത എന്നുള്ള വിലയിരുത്തലാണ്. ഇവിടെ എൻ്റെ അഭിപ്രായം നിഷ്പക്ഷമായി UDFനാണ് 100% സാധ്യത, പ്രത്യേകിച്ച് ഫ്രാൻസിസ് ജോർജിന്.
എന്തായാലും അതുതന്നെയാണ് PM മാത്യു പറയുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും അദ്ദേഹത്തിനെ പുറത്താക്കി എന്നത് വസ്തുതയ്ക്ക് നിരക്കാത്തതാണ്. അതായത് പാർട്ടി സംഘടനാപരമായ ഒരു നടപടികളും പൂർത്തിയാക്കിയിട്ടില്ല എന്നും PM മാത്യു വ്യക്തമാക്കുകയാണ്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം.